അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഒരു വിഷയം ബോഡി ബിൽഡിംഗ്, സ്റ്റെറോയിഡുകളുടെ ഉപയോഗം അല്ലെങ്കിൽ അനബോളിക് സ്റ്റെറോയിഡിൻ്റെ അമിതമായ ഉപയോഗം. ഇതിന്ന് ഞാനൊരു വിഷയമായി എടുക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് 6 times മിസ്റ്റർ ഒളിമ്പിയ ക്ലാസിക് ഫിസിക്സ് ചാമ്പ്യൻ, കഴിഞ്ഞ വർഷം 2024 പുള്ളി 6th time മിസ്റ്റർ ഒളിമ്പിയ ആയിരുന്നു ക്ലാസിക് കാറ്റഗറിയിൽ. ഒത്തിരി ഇൻസ്പിറേഷണൽ ഫിഗറായിരുന്നു സീബം. ഒരു പക്ഷേ അർണോൾഡ് സ്വാഷ്നേക്കർ, റോണി കോൾമാൻ അങ്ങനെയുള്ള ഒരു എലീറ്റ് ബോഡി ബിൽഡേഴ്സിൻ്റെ ഒരു കാലഘട്ടത്തിന് ശേഷം ഒരു പുതിയ ജനറേഷൻ കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു തലമുറയെ ഒന്നാകെ ബോഡി ബിൽഡിങ്ങിലേക്ക് ആകർഷിച്ച ഒരു ഫിഗറാണ്, ഒരു ബോഡി ബിൽഡിംഗ് ഫിഗറാണ് സീബം എന്ന് പറയുന്ന ബോഡി ബിൽഡർ. പുള്ളി ഒരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് കഴിഞ്ഞ ദിവസം റിവീൽ ചെയ്തായിരുന്നു. ഷോക്കിംഗ് എന്ന് പറയുമ്പോൾ ഈ മേഖലയുള്ളവർക്ക് ഒരു ഷോക്കിംഗ് ആയിരിക്കണം എന്നില്ല, പക്ഷേ ഈ മേഖലയിലില്ലാത്തവർക്ക് വളരെ ഷോക്കിംഗ് ആയ ഒരു ഇൻഫർമേഷനാണ് പുള്ളി പാസ് ചെയ്തത്. അതായത് ബോഡി ബിൽഡിംഗ് ചെയ്യുന്നത് കൊണ്ട്, അതല്ലെങ്കിൽ അനബോളിക് സ്റ്റെറോയിഡുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ബോഡി ബിൽഡിംഗ് തൻ്റെ ആരോഗ്യത്തെ വളരെ മോശമായ രീതിയിൽ, ഒരു മോശമായ അവസ്ഥയിലേക്ക് എത്തിച്ചത് കൊണ്ടാണ് പുള്ളി ഒരു ഏർലി റിട്ടയർമെൻറ്റിലേക്ക് പോയത് എന്നുള്ള ഒരു സങ്കടകരമായ ഒരു ഇൻഫർമേഷൻ പുള്ളി റിവീൽ ചെയ്യേണ്ടായിരുന്നു. പക്ഷേ എനിക്കത് തീർത്തും നല്ലൊരു കാര്യമാണ് പുള്ളി ചെയ്തതെന്നുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. കാരണം ഒത്തിരി ആളുകൾ ഇങ്ങനെയുള്ള ബോഡി ബിൽഡേഴ്സിനെയും ഇൻഫ്ലുവൻസിനെയൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ്ഡായി അവർ ഇങ്ങനെയുള്ള അനബോളിക് സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു കുഴപ്പമുള്ള കാര്യമല്ല. അതല്ലെങ്കിൽ അനബോളിക് സ്റ്റെറോയിഡ് യൂസ് ചെയ്യുന്നത് വഴിയായി എനിക്ക് ഒരു ബോഡി ബിൽഡർ ആകാം, അതുവഴി ഇങ്ങനെയുള്ള ഒരു ഇൻഫ്ലുവൻസർ ആകാം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ളൊരു ബോഡി ബിൽഡർ ആകാം എന്നുള്ള തെറ്റിദ്ധാരണയുടെ മുകളിൽ ഇവരെല്ലാം എത്തിച്ചേരുന്നത് വലിയ അപകടത്തിലേക്കാണ്. എനിക്ക് ഏറ്റവും നിങ്ങളോട് പറയാനുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങളുടെ ഒരു ലൈഫിൽ തീരുമാനമെടുക്കേണ്ടത്. ഒരാൾ ബോഡി ബിൽഡർ ആകണോ, അല്ലെങ്കിൽ ആ ബോഡി ബിൽഡർ ആകുന്നത് ഒരു നാച്ചുറലായിട്ടുള്ള പ്രോസസ്സിലൂടെയാണോ, അല്ലെങ്കിൽ ഒരാൾ ബോഡി ബിൽഡർ ആകുന്നത് ഒരു സ്റ്റെറോയിഡ് യൂസ് ചെയ്താണോ, അല്ലെങ്കിൽ അനബോളിക് സ്റ്റെറോയിഡ് യൂസ് ചെയ്താണോ എന്നുള്ള തീരുമാനം എടുക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ ഒരു ഫിറ്റ്നസ് സെൻറ്ററിൻ്റെ മറവിൽ ബോഡി ബിൽഡിംഗ്, അനബോളിക് സ്റ്റെറോയിഡുകൾ ഉപയോഗിച്ചുള്ള ബോഡി ബിൽഡിംഗ് പ്രൊമോട്ട് ചെയ്യുന്നത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ്. അത് ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ള ഫിറ്റ്നസ് സെൻറ്റേഴ്സ് ചെയ്യുന്നത്. അതുവഴിയായി നമ്മുടെ ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന, അതല്ലെങ്കിൽ അനബോളിക് സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള പാർശ്വഫലങ്ങൾ പറയുന്നത് ഞാനല്ല. ഈ ബോഡി ബിൽഡിംഗ് മേഖലയിൽ തന്നെ ഏറ്റവും വലിയ ഫിഗറായ സീബം, അല്ലെങ്കിൽ പുതിയ ജനറേഷൻ, ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലെ ഞങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത ബോഡി ബിൽഡേഴ്സ് എന്ന് പറയുന്നതൊക്കെ അർണോൾഡ് സ്വാഷ്നേക്കറോ, റോണി കോൾമാനോ, ഡോറിയ നെയ്റ്റ്സോ, അല്ലെങ്കിൽ ഫിൽ ഹീത്തോ, ഇങ്ങനെയുള്ള ബോഡി ബിൽഡേഴ്സാണ് നമ്മളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തത്. ഈ യങ് ജനറേഷൻ, അല്ലെങ്കിൽ ഈ പുതിയ ന്യൂ ജനറേഷനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത സീബം തന്നെ വന്നാണ് നിങ്ങളോട് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തെ ട്രെയിൻ ചെയ്തിരുന്നത് അത്രയും എലീറ്റായിട്ടുള്ളൊരു ട്രെയിനർ കൂടിയാണ്, നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ പുള്ളിയുടെ ട്രെയിനറും. അപ്പോൾ ഇത്രയും വലിയ ഒരു നല്ല ട്രെയിനറിൻ്റെ അണ്ടറിൽ ട്രെയിൻഡായ പുള്ളി വന്ന് നമ്മളോട് പറയുന്നതാണ്, പുള്ളി ചെയ്ത പ്രവൃത്തി മൂലം, അല്ലെങ്കിൽ പുള്ളി യൂസ് ചെയ്ത സിസ്റ്റം മൂലം, അല്ലെങ്കിൽ പുള്ളി യൂസ് ചെയ്ത അനബോളിക് സ്റ്റെറോയിഡ്സ് മൂലം പുള്ളിയുടെ ഹെൽത്ത് ഒരു റിസ്കിലായി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ സ്വീകരിക്കുന്ന ഈ മാർഗം, ഈ ഫിസിക്ക് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഈ സിസ്റ്റം, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഈ മെഡിസിൻസ് എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ പുറകോട്ട് വലിച്ചുകൊണ്ടു പോകും എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ആവശ്യമാണ്. അതുമാത്രമല്ല, നിങ്ങൾ ഇനി ഒരു മേജർ ടൈറ്റിൽ വിൻ ചെയ്താൽ പോലും നിങ്ങൾ സാമ്പത്തികമായും പ്രൊഫഷണലി നിങ്ങൾ എത്ര മുന്നോട്ട് പോകുമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോഡി ബിൽഡിംഗ് ചെയ്യുന്നവർക്ക് അറിയാവുന്നതാണ്. അതല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് മേഖലയിൽ എലീറ്റായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും നിങ്ങളുടെ നാട്ടുമ്പുറത്തുള്ള ഒരു ബോഡി ബിൽഡറിങ് അവരോട് ചോദിച്ചാൽ പറയും, മക്കളെ നിങ്ങൾ ഒരിക്കലും ഈ മെഡിസിൻ ഉപയോഗിക്കരുത്, ഒരിക്കലും നിങ്ങളൊരു ബോഡി ബിൽഡർ ആകാൻ ശ്രമിക്കരുതെന്ന് പറയും. കാര്യം അവർക്കുണ്ടായ വീഴ്ചകളും അവർക്കുണ്ടായ സാമ്പത്തിക നഷ്ടവുമായിരിക്കും ആ ലിസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. ഞാൻ ഒരിക്കലും ബോഡി ബിൽഡേഴ്സിനെ അധിക്ഷേപിച്ചുകൊണ്ട് പറയുന്നതല്ല. ഒരു ആൾക്ക് ബോഡി ബിൽഡർ ആകണമെന്ന് താല്പര്യം വന്നാൽ പുള്ളിയുടെ പേഴ്സണൽ ചോയ്സാണ്, പുള്ളിക്കത് ചെയ്യാം. പക്ഷേ ബോഡി ബിൽഡിങ്ങിൻ്റെ ഒരു പൊട്ടൻഷ്യാലിറ്റി മനസ്സിലാക്കി ഫിറ്റ്നസ് സെൻറ്ററുകൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരിക്കലും അങ്ങനെയുള്ളൊരു ജിമ്മുകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത്.
അങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെയും നമ്മൾ ഫോളോ ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങളുടെ ലൈഫിന് ഒരു ഉയർച്ചയ്ക്ക് നല്ലൊരു കാര്യം. അതല്ലെങ്കിൽ ഫിറ്റ്നസ്, ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോ ട്രെയിനേഴ്സും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരിക്കലും നമ്മുടെ ക്ലയൻറ്റിനെ ഒരു ഷോർട്ട് കട്ടിലേക്ക് പുഷ് ചെയ്യാതെ അവരെ നാച്ചുറലായ ഹെൽത്തി ആയിട്ടുള്ള ഈറ്റിങ്ങിലൂടെ, സയൻറ്റിഫിക്കായ എക്സസൈസിലൂടെ അവർക്ക് നല്ലൊരു ഫിസിക്ക് ഡെവലപ്പ് ചെയ്യാൻ, അവർക്കും ഒരു ലെജൻഡറി ഫിസിക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയിലേക്ക് നിങ്ങൾ അവരെ കൊണ്ടുപോകുന്നതിനാണ് നിങ്ങളുടെ കഴിവിരിക്കുന്നത്. അവിടെയാണ് നിങ്ങളുടെ ട്രെയിനറിൻ്റെ എക്സ്പീരിയൻസും നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ അറിവും നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ലെജൻഡറി ഫിസിക്ക് ഡെവലപ്പ് ചെയ്യാൻ ഒരിക്കലും ഒരു അനബോളിക് സ്റ്റെറോയിഡ്സിൻ്റെ ആവശ്യം തന്നെയില്ല. കാരണം 1930s നമ്മൾ ഈ അനബോളിക് സ്റ്റെറോയിഡായ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ഒരു ഐസൊലേറ്റ് ചെയ്തൊരു ഫോർമേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ആ കാലഘട്ടത്തിന് മുന്നേയുള്ള ബോഡി ബിൽഡേഴ്സിൻ്റെ ഫിസിക്ക് ഞാനിപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഈ പറയുന്ന ബോഡി ബിൽഡേഴ്സിൻ്റെ ഫിസിക്സ് വർ ഔട്ട്സ്റ്റാൻഡിങ് ഫിസിക്. അവരൊരു അനബോളിക് സ്റ്റെറോയിഡ്സിൻ്റെ ഉപയോഗമില്ലാതെ തന്നെ ഡെവലപ്പ് ചെയ്ത ഫിസിക്കുകൾ നിങ്ങൾക്കിപ്പോൾ കാണാം. ഈ കാണുന്ന ഫിസിക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒരു ഹാർഡ് വർക്കിംഗ്, ഒരു പ്രോപ്പറായിട്ട് ഡയറ്റ്, ഒരു പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ്, ഒരു പ്രോപ്പറായിട്ട് റിക്കവറി, ഇതെല്ലാം നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ, നല്ല സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സസൈസ് വേർഷൻ, നല്ല ഒരു എക്സ്പീരിയൻസ്ഡ് ട്രെയിനർ വിത്ത് ഗുഡ് നോളേജ് ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അതുപോലെ ഈ പറയുന്ന ആളുകളുടെ പോലെയുള്ള ലെജൻഡറി ഫിസിക്ക് ഡെവലപ്പ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ കൂടുതൽ അഡ്മയർ ചെയ്യുന്നത് റെഗ് പാർക്ക് എന്ന് പറഞ്ഞ ബോഡി ബിൽഡർ, ഈവൻ അർണോൾഡ് സ്വാഷ്നേഗർ അഡ്മയർ ചെയ്ത ബോഡി ബിൽഡറാണ്. ഇവരൊക്കെ വെളുപ്പിന് 4 മണിക്ക് മുതൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരു 3-4 മണിക്കൂർ, ചിലപ്പോൾ ഒരു ദിവസത്തിൽ 2 മണിക്കൂർ രാവിലെയും അല്ലെങ്കിൽ 3 മണിക്കൂർ രാവിലെയും 3 മണിക്കൂറും വർക്കൗട്ട് ഹാർഡായിട്ട് വർക്കൗട്ട് ചെയ്ത് അവർ ഹാർഡ് വർക്ക് ചെയ്ത് നല്ല ഡയറ്റ് ഫോളോ ചെയ്ത് നല്ല റെസ്റ്റ് എടുത്ത് നല്ലൊരു ഫിസിക്ക്, ലെജൻഡറി ഫിസിക്ക് ഡെവലപ്പ് ചെയ്ത് അർണോൾഡ് സ്വാഷ്നേഗറിനെ പോലും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പേഴ്സണാലിറ്റിയാണ് റെഗ് പാർക്ക്. അതുപോലെ സ്റ്റീവ് റീവ്സ്. ഇങ്ങനെയുള്ള ബോഡി ബിൽഡേഴ്സ് എല്ലാം നാച്ചുറലായിട്ട് ചെയ്തവരാണ്. 1950s 60s ശേഷം 70s ഈ അനബോളിക് സ്റ്റെറോയിഡ്സ് കൂടുതലായിട്ട് ബോഡി ബിൽഡിംഗ് മേഖലയിലേക്കും ഫിറ്റ്നസ് മേഖലയിലേക്കും വന്നു തുടങ്ങിയത്. അപ്പോഴും ആ കാലഘട്ടത്തിലും ഫിറ്റ്നസ് മേഖലയിലുള്ളവർ ഒരിക്കലും ഒരു അനബോളിക് സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യില്ലായിരുന്നു. 1970s 80s അർണോൾഡ് സ്വാഷ്നേഗർ ഈ ഒരു കാലഘട്ടത്തിലാണ് അനബോളിക് സ്റ്റെറോയിഡ്സ് ബോഡി ബിൽഡേഴ്സ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ അടുത്ത കാലഘട്ടത്തിലായി ഈവൻ ഫിറ്റ്നസ് സെൻ്ററുകളിൽ പോകുന്ന ഒരു സാധാരണ ഫിസിക്ക്, വെറുതെ ഒരു അബ്ഡോമിനൽ മെഷർമെൻറ്റ് ഒരു 4 ഇഞ്ചോ കുറക്കാൻ പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു മസിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നവർ പോലും ഈ പറയുന്ന അനബോളിക് ബോഡി ബിൽഡേഴ്സ് യൂസ് ചെയ്യുന്ന അനബോളിക് സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്തുകൊണ്ട് അവർ റിസൾട്ടിന് വേണ്ടി പരിശ്രമിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയുള്ള മാർഗ്ഗത്തിൽ പോകാതിരിക്കുക. ഇത് യൂസ് ചെയ്ത ഒരാളോട് പോലും നിങ്ങൾ ചോദിച്ചാൽ അവരെപ്പോഴും നിങ്ങളോട് പറയും നിങ്ങളിത് ജീവിതത്തിൽ ഉപയോഗിക്കരുത്. അതല്ലെങ്കിൽ ഇത് യൂസ് ചെയ്ത ഒരു ബോഡി ബിൽഡർ അവരുടെ കുട്ടികൾക്കോ അവർക്ക് സ്നേഹമുള്ളവർക്കോ ഒരിക്കലും ഈ അനബോളിക് സ്റ്റെറോയിഡ്സ് റെക്കമെൻഡ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക, ഒരു നാച്ചുറലായിട്ടുള്ള പ്രോസസ്സിലും നിങ്ങൾക്കൊരു ലെജൻഡറി ഫിസിക്ക് ഡെവലപ്പ് ചെയ്യാം. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന മെയിൻ റീസൺ സീബം റിവീൽ ചെയ്ത ഈ ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് വലിയൊരു ഐ ഓപ്പണിംഗ് ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ അടുത്ത് നടന്ന നാച്ചുറൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ്റെ മറവിൽ നടന്ന കാര്യങ്ങളറിയാം. ഫിറ്റ്നസ് സെൻ്ററുകളുടെ മറവിൽ സ്റ്റെറോയിഡ്സ് വ്യാപകമായി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷേ ആരും അതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ല. ഇനി ബോഡി ബിൽഡിംഗ് ചെയ്യുന്നവർ അത് മെഡിസിൻ യൂസ് ചെയ്യുന്നത് അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. അവർക്കെതിരെ പറയാൻ ഞാൻ ആരുമല്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബോഡി ബിൽഡിങ്ങിൻ്റെ ഫിറ്റ്നസ് സെൻ്ററുകളുടെ മറവിൽ ബോഡി ബിൽഡിംഗ് പ്രൊമോട്ട് ചെയ്യരുത്. അത് പ്രൊമോട്ട് ചെയ്യുന്നവരെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതല്ലെങ്കിൽ സഞ്ചരിക്കുന്ന മാർഗം തെറ്റാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്താൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നൊരു സംവിധാനത്തിന് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ബോഡി ബിൽഡിംഗ് സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ബോഡി ബിൽഡിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന ജിമ്മുകൾ അവർ ചെയ്യുന്നത് ഒരു തെറ്റായ കാര്യമാണ്. അവർ ഈ സമൂഹത്തിന് ഒരു ഹെൽത്ത് കൊടുക്കുന്ന ഒരു ഫിറ്റ്നസ് സെൻ്ററിൽ ആളുകൾ പോകുന്ന ആരോഗ്യം കൂട്ടാനാണ്. പക്ഷേ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നവർ അവരുടെ എല്ലാ ആരോഗ്യം കൂടി നശിപ്പിക്കുകയാണ്. ഈ സ്റ്റെറോയിഡ്സിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് എൻഡ് നമ്പർ ഓഫ് സൈഡ് എഫക്റ്റ് ഉണ്ട്. നമുക്ക് കാർഡിയാക്ക് ഇഷ്യൂസ് ഉണ്ടാകാം, നമുക്ക് കിഡ്നി റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകാം, നമ്മളുടെ ബാക്കി ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് പ്രശ്നങ്ങളുണ്ടാക്കാം, റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് പ്രശ്നങ്ങളുണ്ടാക്കാം, നിങ്ങൾ ഹൈലി ഡയബറ്റിക് ഇഷ്യൂസ് ഉണ്ടാകാം, പാങ്ക്രിയാസിൻ്റെ പ്രവർത്തനത്തിന് ഇഷ്യൂസ് ഉണ്ടാക്കാം, എൻ നമ്പർ ഓഫ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊന്നും പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സൈഡ് എഫക്റ്റ് ഓഫ് സ്റ്റെറോയിഡ്സ് എന്നോ സൈഡ് എഫക്റ്റ് ഓഫ് അനബോളിക് സ്റ്റെറോയിഡ്സ് എന്നോ ഇതെല്ലാം നിങ്ങൾക്ക് സെർച്ച് എഞ്ചിനിൽ ചെക്ക് ചെയ്ത എല്ലാ ഡീറ്റെയിലും കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ ബോഡി ബിൽഡേഴ്സ് ചെയ്യുന്നൊരു സിസ്റ്റം സാധാരണ ഫിറ്റ്നസ് സെൻ്ററിൽ ഒരു ചെറിയ ഫിറ്റ്നസ് ഗോൾ, ഒരു ചെറിയൊരു ഫിസിക്ക് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വയറ് കുറക്കാൻ, ഒരു 10-15 കിലോ കുറക്കാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു നോർമലായിട്ടുള്ള എക്സസൈസ് ചെയ്യുക, ഒരു പ്രൊഫഷണലായ ട്രെയിനറിൻ്റെ ഗൈഡ് ലൈനിൽ നിങ്ങൾ എക്സസൈസ് നല്ല സയൻറ്റിഫിക്കായിട്ട് പ്രിപ്പയർ ചെയ്യുക.
ഒരു നല്ലൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡയറ്റീഷ്യനിൽ നിന്ന് കൃത്യമായൊരു ഭക്ഷണ രീതി നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഇത്രയും ചെയ്താൽ തന്നെ നിങ്ങൾക്കും ഒരു ലെജൻഡറി ഫിസിക്ക് ഏത് ഏജിലും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. താങ്ക് യു.